ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡ് EVSലെ 4th ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഭാഗം മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ ഇൻഓർഗാനിക് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓർഗാനിക് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹസാഡസ് വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് വേസ്റ്റ് ബിൻ ആണല്ലേ. വൈ ക്യാൻ വി കളക്ട് ഓൾ ദ വേസ്റ്റസ് ഇൻ എ സിംഗിൾ ബിൻ? അപ്പം നമുക്ക് എല്ലാ ടൈപ്പ് വേസ്റ്റും ഒരു ബക്കറ്റിൽ ഇട്ടാൽ പോരെ, പക്ഷേ എന്തുകൊണ്ട് ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുന്നില്ല, എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈ ക്യാൻ വി ഡെപ്പോസിറ്റ് ഓൾ ദ വേസ്റ്റ് ടുഗദർ? എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ വേസ്റ്റും ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്തത്? രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബിക്കോസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് നീഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ. മിക്സിംഗ് ദം ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ഹെൽത്ത്, ദ എൻവയോൺമെൻറ്റ് ആൻഡ് റീസൈക്ലിംഗ്. അതായത് പല ടൈപ്പ് വേസ്റ്റസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മണ്ണിൽ അലിയുന്ന വേസ്റ്റസ് ഉണ്ട്, മണ്ണിൽ അലിയാത്ത വേസ്റ്റസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ബോക്സ് വെക്കുന്നത്, വേസ്റ്റ് ബിൻ വെക്കുന്നത്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ നമുക്ക് വരും, എൻവയോൺമെൻറ്റിലും പ്രശ്നം വരും. ഓക്കെ, നമുക്ക് ആ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. There is waste that decomposes in soil and waste that do not. ചില വേസ്റ്റസ് എന്ത് ചെയ്യും? മണ്ണിൽ ലയിച്ചു പോവും, ചിലത് പോവില്ല. വേസ്റ്റസ് ദാറ്റ് decomposes like food waste, vegetable etc. are called organic wastes. അതായത് ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിൽ ലയിക്കുന്ന വേസ്റ്റസ് ആണ്. ഫുഡ് വേസ്റ്റ്, അതുപോലെ നമ്മളെ എന്തെങ്കിലും വെജിറ്റബിൾ വേസ്റ്റോ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് വേസ്റ്റസ് ഡു നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ആർ കോൾഡ് ഇൻഓർഗാനിക് വേസ്റ്റ്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റസ് ഒന്നും മണ്ണിൽ ലയിക്കില്ല, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, എക്സ്പയർഡ് മെഷീൻസ് എക്സെട്ര ആർ ഹസാഡസ് വേസ്റ്റ്. ഇനി കുറച്ച് ഹസാഡസ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുത്തുന്ന വേസ്റ്റസ് ആണ് ഏതൊക്കെ? ബൾബ്, ഇലക്ട്രോണിക് വേസ്റ്റ്, എക്സ്പയർഡ് മെഡിസിൻസ്, ഇതൊക്കെ കേട്ടോ. അപ്പോൾ കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻ ടു മാനുവർ. വാട്ട് ക്യാൻ വി ഡു വിത്ത് ദ ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ആൻഡ് സ്കൂൾ? അപ്പോൾ നമ്മുടെ സ്കൂളിലായിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിലായിക്കോട്ടെ ഫുഡ് വേസ്റ്റസ് ഉണ്ടാവും. നമ്മൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? എന്നിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. സോ എന്താണ് കമ്പോസ്റ്റ് പിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു കുഴിയാണല്ലേ, അപ്പോൾ ആ കുഴിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റസ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന്. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റസ് സച്ച് ആസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് ക്രാബ്സ് ഇൻ എ and cover it with soil. It will completely converted into manure in 3 to 4 months time. അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന നമുക്ക് മണ്ണിൽ അലിയുന്ന വേസ്റ്റസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഴിയിലേക്ക് ഇട്ടൊരു 4 മാസമൊക്കെ ടൈം എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അലിഞ്ഞ് അതൊരു വളമായിട്ട് മാറും. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? റൈറ്റ് ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചൺ വേസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം? ഒരു വേസ്റ്റ് ഇതുപോലെ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റസ് ഡബ് ചെയ്യാം അല്ലേ. അടുത്ത് ഡു നോട്ട് ത്രോ എനി പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹേ കമോൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺ? വി കാൺ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു കുട്ടി ബസ്സിൽ ഇരുന്നിട്ട് എന്താ പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ പറയുകയാണ് അങ്ങനെ എറിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. വൈ ഡു വി സേ ദാറ്റ് വി കാണ്ട് ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ്? പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് വലിച്ചെറിയാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. പ്ലാസ്റ്റിക് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ, അതായത് മണ്ണിൽ ലയിക്കാത്ത വേസ്റ്റസ് ആണ് ഇത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാംഫുൾ ടു എനിമൽസിന് ഹാംഫുൾ ആണ്. അത് കഴിക്കുകയോ എന്തെങ്കിലും വായിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് പൊല്യൂട്ട് സോയിൽ ആൻഡ് വാട്ടർ, സോയിലിനെയും വാട്ടറിനെയും പൊല്യൂട്ടഡ് ആക്കും. അടുത്തത് ബ്ലോക്സ് ഡ്രെയിൻസ് ആൻഡ് കോസ് ഫ്ലഡിങ്. നമുക്ക് ഈ
ഇതിങ്ങനെ കെട്ടിക്കെടുക്കുകയാണെങ്കിൽ വെള്ളത്തിനൊന്നും അടിയിലേക്ക് പോകാൻ പറ്റാണ്ട് എന്തുണ്ടാവും, ഫ്ലഡ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് 3 പോയിന്റ് ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രം. കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ പൊല്യൂഷൻ. അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, വാട്ട് ഡു യു ഫൈൻഡ് ഇൻ ദ പിക്ചർ? ഒരു പിക്ചർ ആണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട്. നമുക്കത് കത്തിക്കുന്നതിൽ എന്തൊക്കെയുണ്ട്, കുപ്പിയുണ്ട്, അപ്പോൾ മേ ബി പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് കത്തിക്കരുതെന്നാണ് നമ്മളോട് പറയാറുള്ളത്. എന്ത് പ്രോബ്ലംസ് ആണ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയർ പൊല്യൂഷൻ, ഹെൽത്ത് ഹസാർഡ്സ്, എൻവിയോൺമെൻറ്റ് ഡാമേജ്, കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമ്മൾ എയർ പൊല്യൂട്ടഡ് ആവും അല്ലേ, ഇതുപോലെ ശുദ്ധമായ വായു കിട്ടുമോ? ഇല്ല. പിന്നെ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങൾ വരും. പിന്നെ എൻവിയോൺമെൻറ്റിൽ നിന്നും നാശനഷ്ടങ്ങൾ വരും. ഓക്കെ, അടുത്തത് നമുക്കൊരു ബോക്സ് ആണ്. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽ ഇൻ അവർ ലൈഫ്സ്. ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോൺ അവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ഓർ ബേൺഡ് ഇറ്റ് ക്യാൻ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് നമ്മളെ സറൗണ്ടിലേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിക്കുക ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ദ യൂസ് ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഷുഡ് ബി മിനിമൈസ്ഡ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബാഗിൻ്റെ യൂസൊക്കെ നമ്മളോട് കുറച്ച് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ അവേ ഇൻ ടു ദ സറൗണ്ടിങ്സ്. അതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റസ് സറൗണ്ടിങ്സിലേക്ക് എറിയാതിരിക്കുക. ബട്ട് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദ ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതുപോലെ കളക്ട് ചെയ്യാൻ ആൾക്കാർ വരും അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റസ്. അപ്പോൾ അവരത് പോയിട്ട് റീസൈക്കിൾ ചെയ്തോളും. ഇനി ഇത്രയാണ് നമ്മളോട് ഈ പാഠം പറയുന്നത്. ഇനി നമുക്ക് ലെറ്റർ സെറ്റ്സസ് എന്നുള്ള ഭാഗം നോക്കാം. സോർട്ട് ദ ഒബ്ജക്റ്റ് മെൻഷൻ ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. അപ്പോൾ ഏതൊക്കെ? ഇൻഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ്. നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? PVC പൈപ്പ്, ബനാന, പെസ്റ്റിസൈഡ് ബോട്ടിൽ, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൾബ്, ഫുഡ് വേസ്റ്റ്, മെഡിസിൻസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഈ 3 ബോക്സിൽ ഏതൊക്കെയാണ് വരാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻഓർഗാനിക് വേസ്റ്റിൽ വരുന്നത് PVC പൈപ്പ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ പെസ്റ്റിസൈഡ്സ് ബോട്ടിൽ വരും. പിന്നെ നമുക്ക് എന്ത് വരും? പ്ലാസ്റ്റിക് കവേഴ്സ് വരും കേട്ടോ. അടുത്തതിൽ വരുന്നത് ഓർഗാനിക് വേസ്റ്റിൽ ബനാന വരും, പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് വരും, പിന്നെ ഫുഡ് വേസ്റ്റ് വരും. അത്രയും കാര്യങ്ങളാണ് വരിക. ഹസാഡസിൽ ബൾബ്സ് വരും, മെഡിസിൻസും വരും. ബൾബ്സും വരും, മെഡിസിൻസും ആണ് ലാസ്റ്റത്തേൽ വരിക. അടുത്തത് പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ ടേബിൾ ടു നോ വെദർ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ആർ ക്ലീൻ. റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ്പ് യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ. ഒരു ടേബിൾ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ ടേബിളാണ് ഒബ്സർവേഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ കുറച്ച് നേരത്തെ കണ്ടില്ലേ, സ്കൂളിൻ്റെ കേസ് ചോദിച്ച പോലെ. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുക. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആ ഒരു ഭാഗം നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യുക. അടുത്തത് റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ്പ് യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മളെ വീടും പരിസരവും അതുപോലെ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ അത് നമുക്ക് പറയാം. റിമൂവ് അൺയൂസ്ഡ് ഐറ്റംസ്, ഓൾഡ് ക്ലോത്ത്സ്, പേപ്പർ ആൻഡ് ബ്രോക്കൺ തിങ്സ്. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. പഴയ തുണികൾ, പേപ്പർ, അതുപോലെ പൊട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് വരുന്നത് സ്വീപ്പ് ആൻഡ് മോപ്പ് ഫ്ലോർ ഡെയിലി. അപ്പോൾ എന്നും നമ്മൾ അടിച്ചും തുടച്ചും ഇരിക്കുക വീട്. അടുത്തത് യൂസ് സെപ്പറേറ്റ് ബിൻ ഫോർ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. അതായത് മണ്ണിനെ അലിയിക്കുന്ന വേസ്റ്റസ് ഇടാൻ വേണ്ടിയിട്ട്, മണ്ണിൽ അലിയുന്ന വേസ്റ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബിന്നും മറ്റേത് അലിയാത്തതിന് വേറൊരു ബിന്നും കീപ്പ് ചെയ്യുക. അടുത്തത് വാഷ് അട്ടൻസിൽസ് ആൻഡ് ഡിഷസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ നമുക്ക് എന്ത് പറയാം? ക്ലീൻ ബാത്റൂം റെഗുലർലി വിത്ത് ഡിസിൻഫെക്റ്റൻറ്റ്. അതിപ്പോൾ സ്കൂളിലാണെങ്കിലും അത് ചെയ്യാം. സ്വീപ്പ് സറൗണ്ടിങ്സ്, അതിപ്പോൾ സ്കൂളിലാണെങ്കിലും സറൗണ്ടിങ്സ് സ്വീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഫ്ലോറും കാര്യങ്ങളും സ്വീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കൊണ്ട് നീറ്റായി ക്ലീനായി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ പറയുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.